പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അമ്പലത്തിൽ വെച്ച് വേദയുടെയും ശക്തിയുടെയും വിവാഹത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. പെട്ടെന്നാണ് പൂജാരി പറഞ്ഞത്, ഇവിടെ ചെറുക്കൻ്റെ അച്ഛനും അമ്മയും പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരൂ, താലങ്ങൾ കൈമാറണ്ടേ എന്ന് പറയുന്നുണ്ട്. അത് കേട്ട് ശങ്കരനാരായണൻ പറയുന്നുണ്ട്, പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും മാത്രമേ ഇവിടെയുള്ളൂ, ചെറുക്കൻ്റെ അച്ഛനും അമ്മയും ഇല്ല, അവർ UK-യിലാണ്, വരാൻ പറ്റിയില്ല. ഇത് കേട്ട് പൂജാരി പറയുന്നുണ്ട്, സാരമില്ല, ചെറുക്കൻ്റെ വലിയച്ഛനോ ചെറിയച്ഛനോ അങ്ങനെ ആരെങ്കിലും ബന്ധുക്കൾ ഉണ്ടായാൽ മതി, അവരോട് വരാൻ പറയൂ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇത് കേട്ട് എല്ലാവരും തന്നെ പരസ്പരം നോക്കുന്നുണ്ട്, എന്ത് ചെയ്യുമെന്ന് മട്ടിൽ. പെട്ടെന്നാണ് ശക്തി അതുവഴിയെ പോകുന്ന നമ്മുടെ മാഷിനെയും കമലാമ്മയും കാണുന്നത്. ശക്തി പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. മാഷെ, എന്നെ ഓർമ്മയുണ്ടോ? ഇത് കേട്ട് മാഷ് ഒന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഇല്ല മോനെ, എനിക്ക് ഓർമ്മ വരുന്നില്ലല്ലോ. ഇത് കേട്ട് ശക്തി പറയുന്നുണ്ട്, മാഷെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് 10th എപ്പോഴും സെക്കൻഡ് റാങ്ക് വാങ്ങുന്ന ഒരു ശക്തിവേലിനെ സാറിന് അറിയത്തില്ലേ? അത് ഞാനാണ് സാറേ. ഇത് കേട്ട് മാഷിന് ഓർമ്മ വരുന്നുണ്ട്. മാഷ് പുഞ്ചിരിക്കുന്നുണ്ട്. ആണോ, നീ ആളാകെ മാറിപ്പോയല്ലോ മോനെ, എനിക്ക് പെട്ടെന്ന് നിന്നെ കണ്ട് ഓർമ്മ വന്നില്ല, നീ സുഖമായിരിക്കുന്നു, എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് ശക്തി പറയുന്നുണ്ട്, ഞാനൊരു ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടി നാട്ടിൽ വന്നതാണ്. ഇവിടെ വന്നപ്പോൾ മാഷേ എൻ്റെ വിവാഹം ശരിയായി, പെട്ടെന്നാണ് ശരിയായത്. എൻ്റെ അച്ഛനും അമ്മയ്ക്കൊന്നും വരാൻ പറ്റിയില്ല, അവരെല്ലാം UK-യിലാണ്. പിന്നെ മാഷേ, ഞാൻ വിക്രമിനെ കണ്ടിട്ടുണ്ടായിരുന്നു, അവനും ഞാനുമായി ഇപ്പോഴും നല്ല കോണ്ടാക്റ്റിലാണ് എന്നും പറയുന്നുണ്ട്. ഇത് കേട്ട് മാഷ് പറയുന്നുണ്ട്, അവൻ്റെ വിവാഹമാണിന്ന്. ഇത് കേട്ട് ശക്തി പറയുന്നുണ്ട്, എനിക്കറിയാം മാഷേ, അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണ്ടി നിങ്ങളൊരു ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് മാഷ് എന്താണെന്ന് ചോദിക്കുന്നു. ശക്തി പറയുന്നുണ്ട്, അത് മാഷേ, എനിക്ക് വേണ്ടി എൻ്റെ രക്ഷിതാക്കൾ ചെയ്യേണ്ട ഒരു ചടങ്ങ് അവിടെ നടക്കുന്നുണ്ട്, നിങ്ങൾ അങ്ങോട്ട് വന്ന് ആ ചടങ്ങിലൊന്ന് പങ്കെടുക്കുമോ? എൻ്റെ അമ്മയ്ക്കും അച്ഛനും പകരം നിങ്ങളാ സ്ഥാനത്ത് നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. മാഷും കമലാമ്മയും ഒന്ന് പരസ്പരം നോക്കുന്നുണ്ട്. എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതിനെന്താ മോനെ, ഒരു കുഴപ്പവുമില്ല, നീ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് ശക്തിയുടെ പിറകെ ചെല്ലുന്നുണ്ട്. അങ്ങോട്ട് എത്തിയതും പെട്ടെന്നാണ് ഇവർ നമ്മുടെ ശങ്കരനാരായണനെയും വേദയെയും എല്ലാവരെയും കാണുന്നുണ്ട്. എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് എല്ലാവരുടെയും മുഖം അങ്ങ് മാറുന്നുണ്ട്, എല്ലാവരുടെയും മുഖഭാവം മാറുന്നുണ്ട്. എന്നാൽ നമ്മുടെ ശക്തിക്ക് ഇതൊന്നും അറിയുന്നില്ല. എന്താന്ന് വെച്ചാൽ വിക്രമും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു എന്നോ ഒന്നും പഴയ കഥകളൊന്നും തന്നെ ശക്തിക്ക് അറിയില്ല. ആരോടും അവനോട് പറഞ്ഞിട്ടില്ല. വേദിക്ക് മുൻപൊരു വിവാഹം കഴിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമേ ശക്തി അറിയത്തുള്ളൂ. എന്നാൽ അത് വിക്രമാണ് വിവാഹം കഴിച്ചിരുന്നതെന്ന് ശക്തിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ അവൻ നിഷ്കളങ്കഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അവൻ ഇവരെ ആരെയും ശ്രദ്ധിക്കുന്നില്ല. പെട്ടെന്ന് പൂജാരി പറയുന്നുണ്ട്, ശരി, ഇനി ചടങ്ങുകൾ ആരംഭിക്കാം, രണ്ട് കുടുംബങ്ങളും തമ്മിൽ താലമങ്ങും കൈമാറിക്കോളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ പരസ്പരം ആരും മുഖത്തോട് മുഖം നോക്കുന്നില്ല, താലങ്ങൾ കൈമാറുന്നുണ്ട്. പിന്നീട് വേദയെ നോക്കിക്കൊണ്ട് പൂജാരി പറയുന്നുണ്ട്, മോൾ അച്ഛൻ്റെയും അമ്മയുടെയും കാൽ തൊട്ട് വന്നിച്ചോളൂ എന്ന് പറയുന്നു. വേദയാണെങ്കിൽ നല്ല സുന്ദരിക്കുട്ടിയായി ഇരിക്കുന്നുണ്ട്. വേദ ചെന്ന് നമ്മുടെ കമലാമ്മയെയും മാഷിൻ്റെയും മുഖത്തേക്ക് നോക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് നമ്മുടെ വേദിയുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല. ചെന്ന് അവരുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട്. കമലാമ്മ പെട്ടെന്ന് തന്നെ തൻ്റെ കയ്യിലുള്ള ചന്ദനമൊക്കെ കുറിയൊക്കെ നമ്മുടെ വേദിയുടെ നെറ്റിയിൽ ചാർത്തി കൊടുക്കുന്നുണ്ട്. ഉണ്ടായിരുന്ന മുല്ലപ്പൂവും പട്ടുസാരിയും അടങ്ങുന്ന ഒരു താലം നമ്മുടെ വേദയുടെ കയ്യിൽ അവർ കൊടുക്കുന്നുണ്ട്. വേദ ഉടനെ തന്നെ അവരുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. പക്ഷേ മാഷ് വേദയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ടെങ്കിലും കമലാമ്മ താഴേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ വേദ ഇത് വാങ്ങിക്കൊണ്ട് അപ്പുറത്തേക്ക് നടക്കുന്നതും നമ്മുടെ വിക്രം അങ്ങ് അവിടെ കുറച്ചപ്പുറത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നത് വേദ കാണുന്നുണ്ട്. വേദയും വിക്രമും പരസ്പരം കുറച്ച് നേരം അങ്ങ് നോക്കി നിൽക്കുകയാണ്. ഇതാരും ശ്രദ്ധിക്കുന്നില്ല. വിക്രമാണെങ്കിൽ കണ്ണ് തുടയ്ക്കുന്നത് വേദ കാണുന്നുണ്ട്. വേദ കാണാതിരിക്കാൻ വേണ്ടി വിക്രം പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വേദ ഇതെല്ലാം കാണുന്നുണ്ട്. നമ്മുടെ രാധയാണെങ്കിൽ വിക്രമിൻ്റെ ഭാര്യയായവൻ റെഡിയായി നിൽക്കുകയാണ്. വിക്രമും രാധയും കമലാമ്മയും നമ്മുടെ മാഷും എല്ലാവരും ഉണ്ട്. രാധയുടെ ഫാമിലിയും എല്ലാവരും ഉണ്ട്. എല്ലാവരും തൊഴുതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പെട്ടെന്നാണ് വേദയും പത്മവും മുത്തശ്ശിയും എല്ലാവരും ശങ്കരനാരായണനും എല്ലാവരും കൂടെ തൊഴാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് വരുന്നത്. എല്ലാവരും ഒരുമിച്ച് തൊഴുതു നിൽക്കുന്നുണ്ട്. പെട്ടെന്നാണ് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യത്തോടെ നോക്കുന്നുമുണ്ട്. പൂജാരി പറയുന്നുണ്ട്,
നിങ്ങളിവിടെ താഴെ മണ്ഡപത്തിൽ വിവാഹം നടക്കുന്ന പാർട്ടിയല്ലേ? എന്തായാലും ഇവരും കൂടെ വന്നിട്ടുണ്ട്. ഇവരുടെയൊക്കെ വിവാഹം ഇവിടെ മേലെ മണ്ഡപത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. എന്തായാലും രണ്ടു കൂട്ടരും കൂടെ പ്രദക്ഷിണം വെച്ചിട്ട് വന്നോളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതേ സമയം വർഷ വേദയുടെ കൈ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുന്നുണ്ട്. പിറകെ തന്നെ വേദയും വിക്രമും രാധയും എല്ലാവരും ഉണ്ട്. നമ്മുടെ നന്ദിനി, ശ്രീജ അവരെല്ലാവരും കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് പിറകെ. അങ്ങനെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുമിച്ച് നടന്നു പോകുന്നുണ്ട്. പ്രദക്ഷിണം വയ്ക്കുകയാണ് അവർ. വേദയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വിക്രമിനെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. വിക്രമാണെങ്കിൽ വേദയെ നോക്കുന്നുണ്ടോ എന്ന് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അങ്ങനെ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ദൈവത്തിന് മുന്നിൽ എത്തുന്നുണ്ട്. തൊഴുതുകൊണ്ട് നിൽക്കുവാണ്. എന്നാൽ വിക്രമും നമ്മുടെ വേദിയും പരസ്പരം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അവർ പരിസരം മറന്നുകൊണ്ട് തന്നെയാണ് നോക്കി നിൽക്കുന്നത്. പെട്ടെന്നാണ് വർഷ വേദിയുടെ കയ്യിലൊരു തട്ട് കൊടുക്കുന്നുണ്ട്. ഏയ് വേദേ, നീ എന്താണ് ഈ കാണിക്കുന്നത്? ദൈവത്തെ തൊഴു നീ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതേസമയം നമ്മുടെ നന്ദിനിയാണെങ്കിലും വിക്രം എന്താ ചെയ്യുന്നത് എന്ന് നോക്കിക്കൊണ്ട് വിക്രമിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ വിക്രം നമ്മുടെ വേദയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണെന്നിങ്ങനെ അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. നന്ദിനി ഇങ്ങനെ തലയിട്ട് ആട്ടുന്നുണ്ട്. എന്നാൽ നമ്മുടെ വേദയുടെയും വിക്രമിൻ്റെയും ഈ നോട്ടം കാണുന്നത് കണ്ട് നമ്മുടെ രാധയ്ക്ക് തീരെ പിടിക്കുന്നില്ല. രാധയ്ക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് അങ്ങ് പോയാൽ മതി വിക്രമിനെയും കൊണ്ടും എന്ന് അവൾക്ക് മനസ്സിലിങ്ങനെ തോന്നുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവർ തങ്ങളുടെ രണ്ടു കൂട്ടരും കൂടെ വിവാഹം നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ രാജേട്ടനും അനിയൻകുട്ടനുമെല്ലാം ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും രാധയെയും ശക്തിയെയും അവിടെ നിന്നും പൊക്കണം. വിക്രമിൻ്റെയും വേദയുടെയും വിവാഹം മുടക്കണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. അനിയൻകുട്ടൻ പറയുന്നുണ്ട്, എന്താ രാജേട്ട ഇനി ചെയ്യുക? രാധയെ പോക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്തു, പക്ഷെ പറ്റിയില്ലല്ലോ. ഇനി മുഹൂർത്തം അടുക്കാനുള്ള സമയവുമായി. അവരുടെ നാലു പുറവും ആളുകളുണ്ടായിരിക്കും. പോരാത്തതിന് ഇവിടെ മുഴുവനും പോലീസാ. ഇവരുടെ കണ്ണി വെട്ടിച്ച് അവരെ നമ്മൾ ഇവിടെ നിന്നും എങ്ങനെയാണ് കടത്തുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. രാജേട്ടൻ പറയുന്നുണ്ട്, ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നേരെ ഇത്രയായില്ലേ,